പാകിസ്ഥാനെതിരായ ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം. രാജ്യത്ത് ഉടനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായി കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖം, വിമാനത്താവളങ്ങൾ, കര, നാവിക, വ്യോമസേനാ താവളങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും എന്നറിയുന്നു. സംഘർഷ സാഹചര്യമുണ്ടായാൽ അത് നേരിടാനുള്ള സേനാവിന്യാസം കേരളത്തിലില്ല എന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സംഘർഷവേളയിൽ സ്വീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത്. പാങ്ങോട് കരസേനാ ബ്രിഗേഡ് മധ്യപ്രദേശിലെ ഭോപ്പാൽ ആസ്ഥാനമായുള്ള 21 സ്ട്രൈക്ക് കോറിന്റെ ഭാഗമാണ്. പാകിസ്ഥാനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ അതിർത്തിയുടെ സുരക്ഷാ ചുമതലയുള്ള സേനാ വിഭാഗമാണിത്. രാജസ്ഥാനിലെ മരുഭൂമി ഉൾപ്പെടുന്ന അതിർത്തി പ്രദേശമാണിത്. സംഘർഷ സാഹചര്യത്തിൽ അതിർത്തിയിലേക്ക് സ്ട്രൈക്ക് കോറിനെ വിന്യസിച്ചാൽ പാങ്ങോട് നിന്നുള്ള സേനാംഗങ്ങളും അതിന്റെ ഭാഗമാകും. സംസ്ഥാനത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെയും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. RPF ഉദ്യോഗസ്ഥർ അതത് സ്ഥലങ്ങൾ വിട്ടുപോകരുത് എന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 15 തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയാം. കൊച്ചി ജാഗ്രതയിലാണ്. കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ദക്ഷിണ നാവിക കമാൻഡ് ആസ്ഥാനം ഉൾപ്പെടെ 15ലേറെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് കൊച്ചിയിലും പരിസരത്തുമായിട്ടുള്ളത്. ഇതിനെല്ലാം ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി നാവികത്താവളം, INS ദ്രോണാചാര്യ, INS ഗരുഡ നാവിക വിമാനത്താവളം, INHS സഞ്ജീവനി എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാ സേനയെ വിന്യസിച്ചു കഴിഞ്ഞു. കൊച്ചി പുറംകടലിലും തുറമുഖത്തും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടിയിട്ടുണ്ട്. തുറമുഖത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം നാവികസേനയുടെ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ യാനങ്ങളെ കൂടുതലായി വിന്യസിച്ചു. വ്യോമമേഖല മുഴുവൻ 24 മണിക്കൂറും അത്യാധുനിക റഡാറുകളുടെ നിരീക്ഷണത്തിലാണ്. സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം, തുറമുഖം, എണ്ണശുദ്ധീകരണശാല, LNG ടെർമിനൽ, ഷിപ്പ്യാർഡ്, കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയ സ്ഥലങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടരുകയാണ്. അതിനിടെ പാക് ജനതയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകും എന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവന. നേരത്തെ പാക് ദേശീയ അസംബ്ലിയിലും പ്രകോപനപരമായ പ്രതികരണം പാക് പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതേസമയം പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടിന് പുറത്തിറങ്ങരുത് എന്നും വിളക്കുകൾ പൂർണ്ണമായും അണയ്ക്കണമെന്നും ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി മേഖലകളിലാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇതുവരെ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സൈനിക നടപടി. 60ലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു വ്യോമകര നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ധൂർ, ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹവൽപൂരിലെ മർക്കസ് സുബാനല്ല, ലഷ്കർ ആസ്ഥാനമായ മുരുഡ്കയിലെ മർക്കസ് തോയ്ബ, ജെയ്ഷെ കേന്ദ്രങ്ങളായ തെഹ്റക്കലാനിലെ സർജാൽ, കോട്ലിയിലെ മർക്കസ് അബ്ബാസ്, മുസഫറാബാദിലെ സൈദുന ബിലാൽ ക്യാമ്പ്, ലഷ്കർ ക്യാമ്പുകളായ ബർനാലയിലെ മർക്കസ് അഹ്ലെ ഹാദിദ്, മുസഫറാബാദിലെ ഷവായ് നല്ല ക്യാമ്പ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ താവളമായ സിയാൽകോട്ടിലെ മഹമുന ജോയ് എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.